പുരോഹിതൻ എന്നുള്ള ഒരു വലിയ തീം എബ്രായ ലേഖനകർത്താവ് എടുത്തിട്ട് അവരോട് വിശദീകരിച്ചപ്പോൾ തനിക്ക് വചനം പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവർക്കിത് ഗ്രഹിക്കാൻ തക്കവണ്ണമുള്ള, നമ്മൾ പറയുന്ന നാച്ചുറലി പറഞ്ഞ കപ്പാസിറ്റി ഇല്ല. അത് വായിക്കോട്ട വിടാൻ തുടങ്ങി, ഉറക്കം വരാൻ തുടങ്ങി, കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ തോന്നി. അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായി എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ടെങ്കിലും കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വലിയ വിഷമം, അതിനെപ്പറ്റി കൂടുതൽ പഠിപ്പിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ലേഖനകർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് തുടർന്നുള്ള വാക്യങ്ങൾ. നമ്മൾ കുറേ മുന്നറിയിപ്പുകൾ പഠിച്ചിരുന്നു. മുമ്പിലുള്ള വാക്യങ്ങൾ, ആദ്യത്തെ അധ്യായം കേൾക്കാൻ മാന്യമുള്ളവരെ പറ്റി പഠിച്ചു. പിന്നെ നമ്മൾ വേറെ പഠിച്ച മുന്നറിയിപ്പ് എന്ന് പറയുന്ന 3-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന കനാൻ നാട്ടിലേക്ക് കയറുന്നതിനെ പറ്റി നിങ്ങൾ കയറാതിരിക്കാൻ നിങ്ങൾ നോക്കണമെന്ന്, കയറുന്നതിന് വേണ്ടി ഉത്സാഹിക്കണമെന്ന് പറഞ്ഞുള്ള മുന്നറിയിപ്പ് നമ്മൾ കണ്ടു. പിന്നെ അതിനു വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 5-ാം അധ്യായത്തിൽ ആഴത്തിൽ യേശു കർത്താവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ എന്നുള്ള വിഷയത്തെപ്പറ്റി വിശദീകരിച്ച് കർത്താവിൻ്റെ സ്വസ്ഥതയിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഗൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ 5-ാം അധ്യായത്തിൽ ആദ്യത്തെ ഭാഗങ്ങളിൽ വായിച്ചത്. ഞാനവിടെ മൽക്കിസദേക്കിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഞാനത് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൽക്കിസദേക്കിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അന്ന് ഞാൻ ആ മൽക്കിസദേക്കിൻ്റെ ഒരു ക്ലാസ് വിശദമായിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ ഈ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പം ഇന്ന് വായിച്ച വാക്യത്തിൽ ഒരു അപ്പോസ്തലനായ ലേഖനകർത്താവ് പൗലോസാണെന്ന് ഞാൻ പറഞ്ഞു, ആൾക്കാർ വേറെ നിലയിൽ പറയുന്നുണ്ട്. ഇവിടെ ആത്മീക പക്വത പ്രാപിക്കാത്തവരുടെ ഒരു പ്രത്യേകത 2 ലോകപരമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രൂവ് ചെയ്യുന്നു. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും, എനിക്ക് അറിയാം. ഒന്ന് ഒരു ശിശുവും ഒന്നൊരു കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നൊരു വ്യക്തി. ഇങ്ങനെയുള്ള 2 നിലയിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഈ വേദഭാഗം. അത്രയേ ഉള്ളൂ ആ വേദഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ. ഞാൻ ശരിക്കും നമ്മൾ ഇതിനിടയ്ക്ക് ചില ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഈ വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കത്തെ ഞായറാഴ്ചകളിലൊക്കെ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. അന്നേരം ഈ ഇവരുടെ ആത്മീക അവസ്ഥയെപ്പറ്റി അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ അവസ്ഥ. ഞാൻ എബ്രായ ലേഖനരുടെ കാര്യം പഠിച്ചു പോയി, അവരുടെ കാര്യം കേൾക്കാൻ നല്ല രസമാണെന്നുള്ളതല്ല, നമ്മളുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ വരുന്നത്. എനിക്ക് ആത്മീകമായി ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ആത്മീക സത്യങ്ങളെ കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? അതിൻ്റെ അകത്ത് എനിക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുള്ള ചിന്ത മനസ്സിലാക്കുന്നതിന് പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം 6-ാം അധ്യായത്തിൽ നമ്മൾ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും അടിസ്ഥാനമിടാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്ന ഇങ്ങനെയാണ് വാക്യം. 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിപ്പാൻ. ശ്രദ്ധിക്കുക, അവിടെ കൊടുക്കുന്ന വാണിങ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠം വിട്ടിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. അതെന്ന് പറയുന്നത് താൻ ആ പരിജ്ഞാനപൂർത്തിയുടെ അർത്ഥം ഈ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കി. മെൽക്കിസദേക്കിന് ക്രമപ്രകാരം പൗരോഹിത്യമുണ്ട്, എങ്ങനെ അത് ക്രിസ്തു നമുക്ക് വേണ്ടി അത് ചെയ്തെടുക്കുന്നു, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, ഈ നിലയിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ജയാളികളായി ജീവിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അർത്ഥമാക്കുന്നത്. നമുക്ക് ഈ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. 11-ാമത്തെ വാക്യം വായിച്ചു ആരെങ്കിലും വായിച്ചു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്ദ്യമുള്ളവരായിരിക്കുന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. മതി. ഇങ്ങനെ നമ്മൾ വായിച്ചത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇംഗ്ലീഷിൽ ഈ വാക്യം ഇങ്ങനെ പറയുന്നത്, ഓഫ് ഹൂം വി ഹാവ് മെനി തിങ്സ് ടു സേ ആൻഡ് ഹാർഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ സീയിങ് ഇയർ ബിക്കം ഡൾ ഓഫ് ഹിയറിംഗ്. ഇതിനെപ്പറ്റി വളരെ വിശദീകരിച്ച് നിങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾ മാന്യമുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് തെളിയിച്ചു തന്ന. ഞാൻ ഒരു കാര്യം ഇതിനകത്ത് പറയാം.
ദൈവവചനത്തിലെ ചില മർമ്മങ്ങൾ നമുക്ക് തെളിയിച്ചു തന്നെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വായിച്ചു പോയാൽ ചില കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇവരോട് ഈ വേദഭാഗം വിശദീകരിക്കുമ്പോൾ ലേഖനകർത്താവ് പറയുക, നിങ്ങൾ തെളിയിച്ച് മനസ്സിലാക്കേണ്ട ചില വേദഭാഗങ്ങളുണ്ട്. നിങ്ങൾക്കത് തെളിയിച്ച് തന്നെങ്കിൽ മാത്രമേ അതിനകത്തെ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരപ്രദമായി തീരത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ എന്തുകൊണ്ട് ലേഖനകർത്താവിന് ഇത് വിവരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം വരും. കാരണം വളരെ സിമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്, കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നതായതുകൊണ്ട്. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വചനം കേൾക്കാൻ വലിയ ഇഷ്ടമില്ല. അവർക്ക് ചിലപ്പോൾ വർഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാരുണ്ട് ഭയങ്കര വർഷിപ്പാണ്, ഒത്തിരി നേരം വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും, 24 hours ശക്തമായിട്ടുള്ള വർഷിപ്പ്. ചില ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ ഒരു ഇംഗ്ലീഷ് മീറ്റിങ്ങിന് പോയി, അവിടെ വർഷിപ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് മീറ്റിങ്ങിന് ഇവരെല്ലാം കൂടെ പോയിട്ട്, കൃപയൊക്കെ പോയ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ ബൈബിളൊന്നുമില്ല, എല്ലാവരും ദുബൈയിലും കണ്ട അവിടെ എന്ന് വെച്ചാൽ മൊത്തം വർഷിപ്പ് മാത്രമാണ്. എല്ലാവരും ഇരുന്ന് എല്ലാവരും അങ്ങനെ ബൈബിളൊന്നും പഠിപ്പിക്കുന്നത് ആരാധന മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ആ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യം നമ്മൾ വചനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ശക്തന്മാരായി തീരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ചത്, ഇവർ കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് ആത്മീയ മർമ്മങ്ങളെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗ്രഹിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇവരെ പറ്റി പറയുന്നത് നാം താഴോട്ട് വായിക്കുമ്പോൾ 2 കൂട്ടർ എന്നെ പറ്റി താഴോട്ട് പറയുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം യേശു കർത്താവ് ഉപമ പറഞ്ഞപ്പോഴും കേട്ടിട്ട് ഗ്രഹിക്കാത്ത കുറേ ആൾക്കാരെ പറ്റി മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വേദഭാവമാണ്. മത്തായി 13:14 വായിക്കുമ്പോൾ അവര് വിത്ത് വിതയ്ക്കുന്ന ഉപമയെ പറയുന്നുണ്ട്, കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുക, ചിലർ സ്വീകരിക്കുന്നവര്, നിഷ്ഫലന്മാരായവർ, ഇങ്ങനെ 3-4 കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. അതിന് കേൾക്കാൻ മാന്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. അവർക്കും ഞാൻ പറഞ്ഞ പോലെ സഭയ്ക്കകത്തൊക്കെ ഇരിക്കാം, പക്ഷെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആ വിത്ത് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായി വീഴുകയും അത് നമ്മളിൽ മുളച്ചു വരികയും അതിലൂടെ ഫലം കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് ഉപകാരപ്രദമായിട്ട് വരത്തുള്ളൂ. എന്നാൽ ഇവര് ഈ കേൾക്കാൻ മാന്യത ഉള്ളവർ എന്ന് പറയുന്നത് ആത്മീയ ശിശുത്വത്തിന്റെ ലക്ഷണമാണ്. അതാ പൗലോസ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, വചനം കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് കേൾക്കാൻ മാന്യത കുറവുണ്ടെങ്കിൽ ആത്മീകമായിട്ടുള്ള ശിശുത്വത്തിന്റെ സ്പിരിച്വൽ ഇൻഫൻസിയുടെ ലക്ഷണമാണ് ഡൾനെസ് ഓഫ് ഹിയറിംഗ്. വചനം കേൾക്കുന്നതിനകത്ത് മാന്യത ഉണ്ടാകുകയാണെങ്കിൽ ആത്മീയമായിട്ട് പക്വത കുറവുണ്ട്. അത് ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷിപ്പും കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷേ വചനം കേൾക്കുമ്പോൾ അച്ഛാ എനിക്കിത് കേൾക്കണം, എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം ഒന്ന് കയറണം, എന്താണ് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കാനുള്ളത്, ഞാൻ ആത്മീയമായിട്ട് എത്ര വളരണം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുക. അപ്പോൾ ഇവരോട് പറഞ്ഞ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതുപോലെ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഇവർ പക്വതയുള്ളവർ, ഞാൻ പറഞ്ഞായിരുന്നു മച്യൂരിറ്റി ആണ് ഈ സ്വസ്ഥത എന്ന് പറയുന്നത്. അതിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുന്നത് കേൾക്കാൻ മാന്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് നമ്മൾ കേട്ടു. ഈ വചനം നമ്മൾ കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ പക്വതയിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലേഖനകർത്താവ് ഇവിടെ പറയുന്നത് കേൾക്കാൻ മാന്യമുള്ളവരായി ശിശുത്വത്തിലിരിക്കുന്ന സ്പിരിച്വൽ ഇൻഫൻസിയിലുള്ള ചിലരെ പറ്റിയാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ താഴോട്ട് ഡൾനെസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുമ്പം നമുക്കറിയാം അവർക്ക് ഒന്നുകിൽ മനസ്സിലാകാതെ വരുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ചിലത് മാത്രം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവര് നമ്മൾ വായിക്കുന്ന പിന്മാറ്റത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടതയും പ്രശ്നമൊക്കെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്യുക, പതുക്കെ സ്ലിപ്പായി പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ ലേഖനകർത്താവ് അവരെ എൻകറേജ് ചെയ്യുക. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ആത്മീയ കേൾക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, അല്ലെങ്കിൽ വചനത്തിന് ചെവി കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ, നമ്മൾ അറിയാതെ ആത്മീക ശിശുക്കളുമാണ്, അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, പിന്മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് 1-ാം അധ്യായത്തിൽ പറഞ്ഞത് നമ്മൾ വല്ലപ്പോഴും തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ട് നിന്നില്ലെങ്കിൽ നമ്മൾ പതുക്കെ എന്ത് ചെയ്യും, സ്ലിപ്പായി പോകുന്നത് അറിയത്തില്ല. ഏറ്റവും പ്രധാന പ്രശ്നം,
ഞാൻ ഈ സ്ലോ പോയിസൺ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. തവളയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പതുക്കെ നമ്മളെ ഒരു ലെവലിൽ നിർത്തി പോയാൽ നമ്മൾ അറിയത്തില്ല നമ്മൾ തെന്നിപ്പോവാണെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അവസാനം പിടിയെല്ലാം വിട്ട് കഴിയുമ്പോഴായിരുന്നു അച്ചോ അച്ഛാ പോയെന്ന് പറയുന്നത്. ഈ തവളയെ വെള്ളത്തിലിട്ടിങ്ങനെ തിളപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല കഥ. തവളയെ കൊണ്ടുവന്ന് ഒരു അടുപ്പേ വെച്ച് വെള്ളത്തിൽ കൊണ്ടിട്ടേച്ച് ആ തവളയുടെ ബോഡി പെട്ടെന്ന് ആ ടെമ്പറേച്ചറുമായിട്ട് യോജിക്കുന്നതാണ്. പതുക്കെ ടെമ്പറേച്ചർ നമ്മൾ അടുത്ത് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പതുക്കെ അതിൻ്റെ ബോഡി കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ നിന്ന് ചത്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. ചാടിപ്പോകാനേ പറ്റത്തില്ല. അതിനെ ആ ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വല്ലപ്പോഴും കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ വഴുതിപ്പോകാനുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്, ഈ ഒരു അവസ്ഥ കൊണ്ട് ഇവർക്ക് പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനടുത്ത വാക്യത്തിൽ 12-ാം വാക്യത്തിൽ വായിക്കുന്ന വാക്യം, 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കേൾക്കാൻ മാന്യമുള്ളവർക്ക് പറ്റുന്ന കാര്യം വായിച്ചു. കാലം നോക്കി വായിച്ചോ. ഉപദേശിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യം. അതെ മതി. നമുക്കിവിടെ ഈ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, കാലം നോക്കിയാൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കേണ്ടതാ, ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യം വന്നിരിക്കുന്നു. ഇവർ കേൾക്കാൻ മാന്യമുള്ളവരായതുകൊണ്ട്, അല്ലെങ്കിൽ വചനത്തിന് ശ്രദ്ധ കൊടുക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ വായിക്കുന്നു, ഇവർക്ക് ഒന്നാമത് നമ്മൾ കണ്ടു, ഇവർക്ക് ഹാർഡ് ടു ടീച്ച്. അവരെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരെ ഇന്റർപ്രറ്റ് ചെയ്യാനോ പ്രൂവ് ചെയ്യാനോ തെളിയിച്ചു കൊടുക്കാനോ ഒന്നാമത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവരെന്ത് സംഭവിച്ചു, അതാണ് നമ്മൾ ഇപ്പോഴത്തെ വാക്യത്തിൽ വായിച്ചത്. ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട ഇവര് ഇപ്പോഴെന്ത് ചെയ്യുന്നു, ആദ്യ പാഠങ്ങളെ തന്നെ പഠിക്കുന്നു. എന്തായിരുന്നു ഇവരെ നമ്മൾ പറയുന്നത്, എന്തായിരുന്നു ഇവർ പഠിക്കേണ്ടിയിരുന്നത്? ഞാൻ പറഞ്ഞു എന്തായിരുന്നു പഠിക്കേണ്ടിയിരുന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠത. ആദ്യ പാഠങ്ങൾ വിട്ട് നമ്മൾ 6:2 വായിച്ചതുപോലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ഇവരിപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോഴും ഇവർ പറയുന്നതാണ് ആദ്യ പാഠങ്ങളെ തന്നെ ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഇവര് ശരിക്കും സിമ്പിളായിട്ട് വായിച്ചെങ്ങനെയാണ്, ഇവർ ടീച്ചേഴ്സ് ആകേണ്ടിയവരാ. ഇവരിപ്പോൾ ടീച്ചേഴ്സ് ആകേണ്ടിയ സമയമായി. പക്ഷെ ഇവരിപ്പോഴും എന്ത് പഠിച്ചുകൊണ്ടിരിക്കുക, ആദ്യ പാഠങ്ങളെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABCD പഠിച്ചു, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു. 10 വർഷമായിട്ടും ഇപ്പോഴും എന്താ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ABCD പഠിക്കും. പിന്നെ എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കും. 10 വർഷവും പഠിച്ചിട്ട് ഇനി അത് മുമ്പോട്ട് പോയാലും ഇതൊക്കെ തന്നെ ഉള്ളൂ, ABCDയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പഠിക്കുന്നത് പോലെ. എന്നാൽ ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിലേക്ക് നമ്മൾ മുമ്പേറി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. നമ്മൾ ഈ പറഞ്ഞത് നമ്മൾ സാധാരണ ഒരു ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദും ഗോലിയാത്തും ഒരു സൈഡിൽ മാത്രം പഠിച്ചു. ദാവീദും ഗോലിയാത്തും ഗോലിയാത്തിന്റെ കല്ലുകളും, അല്ല ദാവീദ് എറിഞ്ഞ കല്ലുകളും, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ വേണ്ടെന്നല്ല, ഇത് ആദ്യ പാഠങ്ങളെ പോലെ നമ്മൾ പഠിക്കുക. എന്നാൽ ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരണം എന്നുള്ളതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മോട് പറയുക, അതുകൊണ്ട് ഇവരെ പറ്റിയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടിയവരാ. എന്നാൽ ദൈവത്തിന് ഇവർക്ക് പൗലോസ് പറയുക, എനിക്ക് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പാലത്രേ ആവശ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളോടും ദൈവത്തിന് പരിജ്ഞാനപൂർത്തി പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത, വാണിംഗ് ടു ബിക്കം, നമ്മൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതിനെ പറ്റിയുള്ള വാണിംഗ് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നത്. യേശു കർത്താവ് തൻ്റെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരെ നമ്മളിങ്ങനെ വായിക്കുന്നത്, അവർക്ക് അധികാരമൊക്കെ കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് എൻ്റെ അധികാരം എക്സസൈസ് ചെയ്യണം. എന്നാൽ നമുക്കറിയാവുന്ന അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ഒരു കുഞ്ഞിൻ്റെ ചന്ദ്രരോഗമുള്ളൊരു കൊച്ചിനെ കൊണ്ടുവന്ന് സൗഖ്യമാക്കാൻ പറഞ്ഞപ്പോൾ നടക്കുന്നില്ല. യേശു കർത്താവോട് പറയുക, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ ഞാൻ നിങ്ങളോട് എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചു ഇവരോട് ചോദിക്കാൻ പറയാം, നിങ്ങൾ അല്പവിശ്വാസം നിമിത്തം അത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ ശക്തിപ്പെടേണ്ട സമയത്ത് അവർ ശക്തിപ്പെടാഞ്ഞത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുന്ന അല്പവിശ്വാസം നിമിത്തം അത്രേ. അതുപോലെ ഇവിടെ
ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരേണ്ട ആവശ്യം വരുന്നു. അതുകൊണ്ട് എപ്പോഴും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തെന്നി പോവുക. ഇവര് സഭയെ വരുന്നവരാണ്, പാട്ട് പാടുന്നവരാണ്, വർഷിപ്പിന് പോകുന്നവരാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സച്ച് എ ലോങ് ടൈം. ഞാൻ എപ്പോഴും പറയും, സ്പിരിച്വൽ മച്യൂരിറ്റി എന്ന് പറയുന്നത് എത്ര വർഷം ഇരുന്നെന്നുള്ളതല്ല, എത്ര ആത്മാർത്ഥതയോടെ ഇരുന്നെന്നുള്ളതാണ്. നമ്മൾ 25 വർഷം സഭയിൽ ഇരുന്നാലും പ്രാർത്ഥിക്കുകയൊക്കെ പോയാലും അതുപോലെ തന്നെ ശിശുവായിട്ടിരുന്ന് തന്നെ പോകാൻ പറ്റും. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ചുരുക്കം വർഷം കൊണ്ട് നമുക്ക് പക്വതയിലേക്ക് വളരാനും പറ്റും. ഇത് രണ്ടും ഒരേ നിലയിൽ വരുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എത്ര വർഷം ഇരുന്നെന്നുള്ളതല്ല, ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കേണ്ടതിന്റെ ആവശ്യമാണ് ദൈവത്തിന്റെ ആത്മാ നമ്മോട് പറയുന്നത്. ഇവരോട് പറയുക, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴെന്താ വേണ്ടിയത്? നമ്മളിവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ, എലിമെന്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഓറക്കിൾസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും വീണ്ടും പറയണം. എന്താ പറയുന്നത്? നമ്മൾ ഈ ആദ്യ പാഠങ്ങൾ പറയുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച പോലെ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, എങ്ങനെ ഒരുവൻ ദൈവമകനാവുന്നു, ഒരുവൻ എങ്ങനെ എന്ത് ചെയ്യുന്നു, വിശ്വാസത്തെ പറ്റി എങ്ങനെയാണ് ഒരുവൻ വിശ്വസിക്കുമ്പോൾ ദൈവമകനാകുന്നത്, പിന്നെ സ്നാനപ്പെടേണ്ടതിൻ്റെ ആവശ്യം, അതൊക്കെ നോട്ട് എഴുതിയെടുക്കാനും അതെല്ലാം പഠിക്കാനും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര കൈവപ്പ്. എനിക്കൊരു പുനരുത്ഥാനമുണ്ട്, പിന്നെ നിത്യശിക്ഷാവിധിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കും. എന്നാൽ ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിൽ കൂടെ നമ്മൾ എന്താണെന്നുമുള്ള വിഷയങ്ങളാണ് പരിജ്ഞാനപൂർത്തി പ്രാപിക്കേണ്ടത്. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പറ്റിയുള്ള വിഷയത്തിൽ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാതെ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന അവിടെ നമ്മൾ പറഞ്ഞത്. എലമെന്ററി പ്രിൻസിപ്പിൾ തന്നെ നമ്മളിങ്ങനെ വീണ്ടും പഠിപ്പിക്കേണ്ടതായിട്ട് വരുമെന്ന് മനസ്സിലായി. ഞാൻ പറയാം, ഇവരെ എന്തുകൊണ്ട് പൗലോസ് ഇത് പറഞ്ഞു വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പം താനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തനിക്ക് മനസ്സിലായി, പറയുന്ന കാര്യങ്ങൾ അവർക്ക് റിസീവ് ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അവര് വേറെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ആൾ കൂടും, ബഹളം വരും. എന്നാൽ നിങ്ങൾ പക്വതയില്ല, നിങ്ങൾ ആത്മീയമായിട്ട് വളരാത്തവരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ 2 കൂട്ടരെ പറ്റി തുടർന്ന് താന് 2 കൂട്ടരെ പറ്റി ഇവിടെ പറയുകയാണ്. 13ഉം 14ഉം വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 2 കൂട്ടരെ പറ്റി പറഞ്ഞുകൊണ്ട് താന് വിശദീകരിക്കുക. കാര്യം തനിക്ക് മനസ്സിലായി ഇവർ കേൾപ്പാൻ മാന്യമുള്ളവരാണ്, അതുകൊണ്ട് താൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഇവരോട് ഇടപെടണമെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി 2 കൂട്ടരെ പറ്റി പറയുന്നു. ഒന്ന് 13-ാം വാക്യത്തില് ഒരു ശിശുവായ ഒരു വ്യക്തിയെ പറ്റിയും 14-ാം വാക്യത്തില് ഒരു പക്വത വന്ന വ്യക്തിയെയും, ഈ 2 പേരെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് താൻ എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ്? 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 13-ാമത്തെ വാക്യം: പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് പാൽ കുടിക്കുന്നവനെല്ലാം. ഇവിടെ ഒരു കാര്യം, നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. പാൽ കുടിക്കുന്നവനെല്ലാം, ഈ പാൽ കുടിക്കുന്നവൻ എന്ന് പറയുന്ന ആരാ? അവൻ ചർച്ച വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ചിലത് കേൾക്കുമ്പോൾ ഉറക്കം വരും, വായിക്കോട്ട വരും, ശക്തമായ ആത്മീയ മർമ്മങ്ങൾ പറയുമ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം അവന് ഡൾ ഓഫ് ഹിയറിങ്, നമ്മളങ്ങനെ ഡൾ ഓഫ് ഹിയറിങ്, കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അവനെ പറ്റിയിട്ട് പറയുക, അവന് സഭയെ വരുന്ന വ്യക്തി തന്നെയാണ് കേട്ടോ, സഭയെ വരുന്ന വ്യക്തിയാണ്. പക്ഷെ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നീതിയുടെ, ഈ പറയുന്ന പോയിന്റ്, നീതിയുടെ വചനത്തിൽ അവനെന്താ പരിചയമില്ലാത്തവൻ അത്രേ. അത് ഈ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ 5:13 ഇങ്ങനെ തുടങ്ങുന്നത് ഫോർ എവരി വൺ ഹു പാർട്ടേക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ പറഞ്ഞ വാക്യവുമായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവന്റെ ഹാബിച്വൽ പ്രാക്ടീസ്, ഇവന്റെ പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പാല് കിട്ടുമ്പോൾ അങ്ങോട്ട് വെച്ചങ്ങ് പിടിക്കും. പാല് കുടിക്കാൻ വേണ്ടി, അതാ പറഞ്ഞ ഈ ഹാബിറ്റ്. ഇവിടെ ഇരിക്കുന്ന പാൽ കുടിക്കുന്നതെന്ന് പറയുന്നത് അത് പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ, പാൽ കുടിക്കുന്നവൻ. അവന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എപ്പോഴും പാൽ കുടിക്കാനുള്ള ആഗ്രഹമാണ്. അതായത് അവന്റെ ഹാബിച്വൽ പ്രാക്ടീസാണ്. പാല് കുടിക്കുന്നത് തെറ്റല്ല, പക്ഷെ പാല് കുടിക്കുമ്പോൾ നമ്മുടെ ഗ്രോത്തിന് ഇൻസഫിഷ്യൻ്റ് ആണത്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് പാല് മാത്രം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. 1 പത്രോസ് 2:1 പറയുന്ന പാലല്ല ഈ പറയുന്നത്, രണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെ താരതമ്യപ്പെടുത്തുന്ന ഒരു ശിശുവിനെയും
ഒരു അഡൾട്ടിനെയുമാണ്, ഒരു പക്വത വന്ന വ്യക്തിയുമാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് വളരുവാൻ, 1 പത്രോസ് 2:1 പറയുമ്പോൾ നിങ്ങൾ ഇവയെല്ലാം വിട്ട് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കെന്ന് പറയുന്നത് ഒരു ശിശുവിൻ്റെ ആഗ്രഹത്തെ കാണിച്ച് വളരുന്ന ശിശുവിനെ ഉദ്ദേശിച്ച് മാത്രമാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഈ പറയുന്നത് ഒരു താരതമ്യപ്പെടുത്തുകയാണ്. വചനത്തിൽ ഉള്ള ആഴമായ കാര്യവും അല്ലാതെ ഒരു ശിശുവിൻ്റെ കാര്യം കൂടെ പറയുന്നത്. കാര്യം ഇവിടെ ഈ ഹാർഡ് ഫുഡ് എന്ന് പറയുന്നുണ്ട്. പരിചയമില്ലാത്തവനാണ് ഈ ശിശു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, താൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ മെൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഓ അച്ഛാ, ഇതൊന്നും കേട്ടിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിതൊന്നും പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഇട്ടേച്ചു പോകുന്ന വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ഇവന്റെ പ്രശ്നം എന്തുവാ? നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവൻ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പാൽ കുടിക്കുന്ന വ്യക്തി, അത് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ വേർഡ് ഓഫ് റൈച്ചസ്നെസ്. അത് ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, നീതിമാനായിട്ട് ജീവിക്കുന്നതിനുള്ള വചനം. അതിൽ ഇവന് പരിചയമില്ല. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക, എന്തുവാ? നീതിമാനായിട്ട് ജീവിക്കുന്നതിനുള്ള വചനത്തിൽ ഇവൻ എന്തില്ല? അതാണ് നീതിയുടെ വചനം എന്ന് പറയുന്നത്. അതിനകത്ത് ഇവന് പരിജ്ഞാനമില്ല. ഇവൻ എപ്പോഴും പുറമേ കാണുന്ന കുറെ ക്രിസ്തീയ ജീവിതവും, ഞാൻ പറഞ്ഞ പോലെ ശിശുവായിട്ടുള്ള ജീവിതവും, പാല് കിട്ടിയാൽ പാല് കുടിക്കാനുള്ള ആഗ്രഹവും മാത്രമേ ഉള്ളൂ. കട്ടിയായിട്ടുള്ള ആഹാരം ഇവന് പറ്റത്തില്ല. അതുകൊണ്ട് അവനെ പറ്റി നോക്കിയിട്ട് പറയാം, ഞാൻ പറയാം, ഈ പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വിഷയത്തിൽ എന്തില്ല പരിചയമില്ലാത്തതിനും അത്ര അവനെ നേരിട്ട് ഒറ്റവാക്കി പറയാം, ശിശുവല്ലോ, അവന് മറ്റൊന്നും അറിയത്തില്ല. പ്രശ്നം വരുമ്പോൾ, ഈ എബ്രായ വിശ്വാസികൾ പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, അയ്യോ ഇനി എനിക്ക് ആരുമില്ലേ, ഞാൻ ആരോട് എന്ന് പറയും. എന്നാൽ അവന് വേണ്ടി ഒരു മഹാപുരോഹിതൻ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ആത്മീയമായി ശക്തിപ്പെടുവാനുള്ള വചനമുള്ളപ്പോൾ അതിലേക്ക് അവന് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവന് അടിസ്ഥാനമില്ലാത്തവനായിട്ട് പോകുന്നത് കൊണ്ടാണ്. ഇതിനധികാരം പറയാം, വാണിംഗ് എന്ന് പറയുന്നത് നീതിമാനായി ജീവിക്കേണ്ടുന്ന വചനത്തിൽ അവനെ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് പറയാം, ജയാളിയായിട്ടൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ആഗ്രഹം അവനില്ല. പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വിശദീകരിക്കപ്പെടുന്ന, നീതീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. അതിലവൻ പരിചയമില്ലാത്തവനത്രേ. നമ്മൾ ഒരു കാര്യം ഞാൻ വചനം പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് അതെല്ലാം എല്ലാം കൂടെ ഒന്നുകൂടെ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഓർപ്പിക്കുക. നമ്മൾ ക്രിസ്തുയേശുവിൽ നീതീകരിക്കപ്പെട്ടവരാണ്. എങ്ങനെയാ? നാം വിശ്വാസത്താൽ നാം റോമാലേഖനം 5:1 പറയുന്നത് വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടവരാണ്. കാര്യം അത് പാസ്റ്റ് ടെൻസാ. നമ്മൾ എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടു. എന്നാൽ അതിന്റെ വേറൊരു തലമുണ്ട്, നീതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് രണ്ടാമത്തെ തലമാ. ഈ ആൾക്കാർ വചനം പഠിക്കുമ്പോൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനെല്ലാം അങ്ങനെ. എന്നാൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ ക്രമാനുഗതമായിട്ടുള്ള വിശുദ്ധീകരണം, നീതീകരണം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളും കൂടെ ചേർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. മറ്റേത് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുക? നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. അവിടെ റോമാലേഖനം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു പോവുകയാണ്. അവിടെ 2 പേരുടെ കാര്യം പറയുന്നുണ്ട്. ഒന്ന്, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ 2 ചരിത്രങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൽ. ഒന്ന്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അതവന് നീതിയായിട്ട് കണക്കിട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ തൻ്റെ പുത്രനെ യാഗപീഠത്തിൽ അർപ്പിച്ചത് കൊണ്ടാണ് അവൻ നീതിമാനായിട്ട് മാറിയെന്ന് പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒന്ന് ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ട നീതിയും, മറ്റേത് അവൻ ദൈവത്തിങ്കിലെ വിശ്വാസത്താൽ താൻ എടുത്തു വെച്ച ഒരു ആക്ഷൻ ഉണ്ട്, തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ തയ്യാറായത്. ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ ദൈവമക്കൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാ. എന്നാൽ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രോഗ്രസീവായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ജയാളിയായിട്ട് ജീവിക്കുന്ന, നീതീകരിക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള ജയാളിയാകുന്ന അവസ്ഥ ഇവിടെ പറഞ്ഞത്. ആത്മീയ പക്വതയുള്ളവൻ്റെ പ്രശ്നം ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അനുദിന വിശുദ്ധീകരണത്തിലേക്ക് തങ്ങളെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ പരാജയപ്പെടുന്ന മേഖലകളെ ജയാളികളാക്കി കൃഷിജീവൻ നയിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നവൻ,
നമ്മൾ ഈ വചനത്തിൽ പറഞ്ഞ പോലെ നീതിമാനായുള്ള ജീവിക്കാനുള്ള വചനത്തിൽ പരിചയമുള്ളവനാ. അവൻ എങ്ങനെ ജയാളിയായിട്ട് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ജയാളികളായിട്ട് നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടി നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വേദഭാഗത്ത് പറയുന്നത് നമ്മൾ വചനത്തിൻ്റെ ആഴത്തിലേക്ക് പഠിക്കണം. പാൽ കുടിക്കുന്നവരായിട്ട് മാത്രം പോകരുത്. ഞാൻ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാനുള്ളത് ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്ന് പക്വത പ്രാപിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല, കഷ്ടതയുടെ മധ്യത്തിൽ നമ്മൾ വീണു പോകത്തില്ല. കാര്യം നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച് എങ്ങനെയാ ഇപ്പോൾ ഒരു ജയാളിയാകുന്നത്. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയെ പറ്റി നമ്മൾ കേട്ടതാ കഴിഞ്ഞ ക്ലാസ്സിൽ. അവിടെ പറഞ്ഞു അവനെന്ത് ചെയ്തു, നമ്മൾ ആ വാക്യം ഇങ്ങനെ വായിച്ചത്, താൻ ഭയഭക്തി നിമിത്തം തനിക്ക് ഉത്തരം ലഭിച്ചു. താൻ ഇങ്ങനെ വായിക്കുന്നത് അതിൻ്റെ 7-ാം വാക്യത്തിൽ തന്നെ 5:7 തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷ വഹിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ഇങ്ങനെ ദൈവവചനത്തിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ പൂർണ്ണത പ്രാപിക്കുമ്പോൾ അവിടെ കർത്താവ് ജയാളിയായത് തൻ്റെ ജീവിതത്തെ പരാജയത്തിലേക്ക് നയിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നുമായിരുന്നു. അതുപോലെ നമുക്കും എന്തായി തീരാൻ പറ്റും? നമ്മൾ പറയാം ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറ്റുമെന്നറിയാമോ? ഇപ്പം ഞാൻ പറയാം, ഈ കർത്താവ് ഇങ്ങനെ ജയാളിയായെന്നുള്ള കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീണു പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരൊക്കെ അല്ലേ, എക്സ്ക്യൂസ് പറയാം, അതൊക്കെ വീണു പോകുന്നേ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, മനുഷ്യരല്ലേ, വീണു പോകും. യേശു കർത്താവ് ജയാളിയായെന്ന് പറഞ്ഞിട്ട് നമ്മോട് പറയുക അവന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ടും ക്രിസ്തു അങ്ങനെ ചെയ്തെങ്കിൽ, കർത്താവ് നേരിട്ട് ദൈവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ജയാളി ആയതല്ല, മറിച്ച് അവന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ താൻ പ്രാർത്ഥന കഴിച്ച് താൻ ജയാളിയായതാ. നമ്മളോടും അതാ പറയുന്നത്. അതുകൊണ്ട് ആ പരിജ്ഞാനത്തിൽ നമ്മൾ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജയാളികളായി ഒരു ശിശുവിനെ പോലെ അല്ല. എന്നാൽ അടുത്ത വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു താരതമ്യം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇവിടെ 2 വ്യക്തികളെ പറ്റി പറയണം, ഒരു ശിശുവിനെ പറ്റി. രണ്ടാമത് 14-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ നമ്മൾ വായിച്ചതാണ്. 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ബട്ട് സോളിഡ് ഫുഡ് ഈസ് ഫോർ ഫുൾ ഗ്രോൺ മെൻ, ദോസ് ഹൂ ബൈ റീസൺ ഓഫ് യൂസ് ഹാവ് ദെയർ സെൻസസ് എക്സസൈസ്ഡ് ടു ഡിസേൺ ഗുഡ് ആൻഡ് ഈവിൾ. കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നമുക്കിവിടെ ഒരു താരതമ്യം പറയുകയാണ്. ഇവിടെ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, കട്ടിയായുള്ള ആഹാരം കഴിക്കുന്നവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള ഇന്ദ്രിയം അവനുണ്ടാകും. ഞാൻ പറയാം, നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്തുവാ, കാണുന്നതിൻ്റെ അകത്തെല്ലാം പോയി കൈയിടും, ശരിയും തെറ്റും തിരിച്ചറിയത്തില്ല. പിന്നെ ഇവിടെ ഈവ ഉണ്ടായിരുന്നു, കഴിഞ്ഞു ഈവ ഇപ്പം നാട്ടിൽ പോയി. ഈവയാണെങ്കിൽ ഇവിടെ ബോൾ കടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പോകുന്നതിനൊക്കെ മുമ്പാണെങ്കിൽ ഒരു 5-6 ബോൾ ഒന്നിച്ചു പിടിക്കും, കൈ പിടിച്ച് വേറെ ആരുടെ ബോളൂടെ കിട്ടിയാലും കയ്യിലെടുക്കും. കുഞ്ഞൊരു കഴിഞ്ഞ് ബോൾ നിനക്കൊരു 1000 ദിർഹംസ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 1000 ദിർഹംസ് വേണ്ട, ഈ 5 ബോൾ കിട്ടിയാൽ മതി. മറ്റേതിന് അതറിയത്തില്ല, പേപ്പറിന്റെ വിലയേ ഉള്ളൂ. കാര്യം ആത്മീയവുമായുള്ള പക്വത വരാത്തവനെ, ഒരു ശിശുവിനെ സംബന്ധിച്ച് അവൻ്റെ പ്രശ്നം കാണുന്നതിനകത്തെല്ലാം കൈയിടും. കൈയൊക്കെ പിന്നെ പൊള്ളി കഴിയുമ്പോഴാണ് അറിയുന്നത്. തേപ്പൂട്ടിയെ കാണുമ്പോൾ പോയി തൊട്ട് നോക്കും, പിന്നെ അവിടെ കയറി കൈയിടും. നമുക്കറിയാം കൊച്ചു പിള്ളേർ ഈ ചെറിയ കമ്പിയൊക്കെ എടുത്തിട്ട് കറണ്ടിന്റെ അതിനകത്ത് ഒരു കുതിരൻ്റെ അവിടെ ഒരു കിഴുത്ത കാണുന്നില്ല, അതിനകത്ത് കമ്പിയൊക്കെ എടുത്ത് കുത്തും. ഉദാഹരണം ചെയ്യുന്ന പിന്നെ ഭംഗിയുള്ള നല്ല കളർഫുൾ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതിന്റെ ഗുണവും മേന്മയൊന്നുമല്ല വിഷയം. കളറുള്ള ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല 1000-ന് വലിയ മുട്ടയൊക്കെ പുഴുങ്ങി കൊടുക്കുന്ന നല്ല കളറുള്ള ഐസ്ക്രീം കാണുമ്പോൾ അത് മതി. കാര്യം അവർ അട്രാക്റ്റഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ച് ശിശുവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവും. അവർക്ക് സ്വയമായിട്ട് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല, സഹായമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറയുന്ന പോലെ ഈ പക്വതയില്ലായ്മ ജീവിതത്തിൽ കാണിക്കും. പക്വതയില്ലായ്മ നമുക്കറിയാമല്ലോ, കക്കായിട്ടാ വേണമെങ്കിൽ അതിനകത്ത് ഇളക്കിക്കൊണ്ട് സ്വന്തമായിട്ടൊക്കെ കളി. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റിനകത്ത് വീഴുന്നതിന് അവർക്കറിയത്തില്ല. ദേ ആർ സ്റ്റിൽ ശിശുക്കളാണ്. എന്നാൽ നമ്മൾ പറയുന്നത് ഈ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ കാണുന്നൊരു കാര്യം, ഇവിടെ പക്വതയുള്ളവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്കൊരു ഇന്ദ്രിയമുണ്ട്. നമ്മൾ വായിച്ച ആ വാക്യം എങ്ങനെ വായിക്കുന്നത്,
തഴക്കത്താലുള്ള അഭ്യാസത്താൽ പ്രാപിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവർക്കായി പറ്റത്തുള്ളൂ. ഇവിടെ നമുക്കറിയാം, നമ്മൾ മാനുഷികമായിട്ടുള്ള 2 എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ശിശുവും ഒരു പ്രായപൂർത്തിയായ ആൾ. ഈ നമുക്കറിയാം, നമുക്ക് ഉള്ള ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 5 ഇന്ദ്രിയങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലേ? 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. എന്തൊക്കെയാ ഇന്ദ്രിയങ്ങൾ? ഏതൊക്കെയാ ഉള്ളത്? കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ചെവിയുണ്ട്, അതുപോലെ തന്നെ ത്വക്കുണ്ട് അല്ലേ? നമുക്കറിയാവുന്നത് കണ്ണിന്റെ ഇന്ദ്രിയത്തിന്റെ പ്രത്യേകത എന്തുവാ? കാണാൻ പറ്റും. പിന്നെ നമുക്കറിയാം കാഴ്ച വെച്ചിട്ടുള്ളതെല്ലാം കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഒരു തീ പിടിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, പ്രായമുള്ളവർക്കറിയാം, എടാ തീയാണ്, വിട്ടോണം. മറ്റവർക്ക് കാണുമ്പോൾ, കൊച്ചുപിള്ളേർക്ക് കാണുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ലൈറ്റ്, അവരോട് നിൽക്കും. ഞാൻ പറഞ്ഞത് ഈ കൊച്ചും ഈ ഇന്ദ്രിയങ്ങളെ പറ്റി പറയാൻ വേണ്ടിയാ. ഇന്ദ്രിയങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശിശുവിന്റെ അവൻ ഇന്ദ്രിയം കൊണ്ട് എങ്ങനെയാ പറയുന്നതെന്നും ഒരു പക്വതയുള്ളവൻ കാണുന്നത് എങ്ങനെയാണ്. കണ്ടാൽ നല്ല രസമാണ്, നല്ല തീയാണ്, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന. അവരെന്ത് ചെയ്യും? അതിനകത്ത് നല്ല വെടിക്കെട്ടൊക്കെ കാണുമ്പം നല്ല, നമ്മൾ ജീവനം കൊണ്ട് വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇച്ചിരി അകന്ന് നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഇവർ ഈ പൊട്ടുന്ന കാണുമ്പോൾ ഇവർക്ക് അറിയത്തില്ല. ലൈറ്റ് കാണുമ്പോൾ തീക്കകത്ത് കയറി ചാടിപ്പോവും. രണ്ടാമത് മണം, നമുക്കറിയാം ഒരു കരിഞ്ഞ മണം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താന്ന്. സെൻസ് ട്രെയിൻഡായ ഉള്ളവരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ മണം കേൾക്കുമ്പോൾ അറിയാം എന്തോ വച്ചാൽ അവിടെ എങ്ങാണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയും. എന്നാൽ ഇവരെ സംബന്ധിച്ച് അറിയണമെന്ന് ആ മണം എന്താണെന്നൊന്നും തിരിച്ചറിയത്തില്ല. ഏത് മണമാണെങ്കിലും അതിൻ്റെ പുറകെ അവർ പോവും. പിന്നെ അതുപോലെ തന്നെ ചെവി കേൾക്കുന്ന കാര്യം, അവൻ്റെ അടുത്ത് പോന്നിട്ട് ഈ നമ്മൾ ഭരണിപ്പാട്ട് പാടിയാലും പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല, എന്താന്ന് പോലും അവർക്ക് അറിയത്തില്ല ഭരണിപ്പാട്ട്. ഏതാ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ട്രെയിൻ ചെയ്തവൻ ഇത് മനസ്സിലാകും തെറ്റാണെന്നുള്ളത്. അതുപോലെ തന്നെ ത്വക്ക് സ്പർശനം, നമ്മളെ സംബന്ധിച്ച് സ്പർശനത്തിലൂടെ തന്നെ നമുക്കറിയാം. നമ്മൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ഒരു സാധനം കൊണ്ടുവച്ചാൽ നമുക്കറിയാം എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. എന്നാൽ ഇവർക്കറിയാൻ പറ്റത്തില്ല. അത് രുചിയുടെ കാര്യം, രുചിയാണെങ്കിലും അവർക്ക് കൊച്ചുപിള്ളേർ ഒരുമാതിരി രുചിയൊക്കെ അറിയാം, തുപ്പിങ് ഒക്കെ അറിയാം, നമ്മൾ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ശരിക്കുള്ളതിനെ അവർക്ക് വിവേചിച്ചറിയാൻ പറ്റത്തില്ല. ഇതാ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ഒരു തഴക്കം വന്ന വ്യക്തിയുടെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇന്ദ്രിയങ്ങൾ സെൻസസ് ട്രെയിൻഡ് ആയിരിക്കും. ഇവിടെ പറയുകയാണ് തഴക്കത്താൽ, നമ്മൾ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെ, തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായിട്ട്. നമുക്ക് ഈ അഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല നിലകളിൽ നമ്മൾ ട്രെയിൻഡ് ആകുന്നവരുണ്ട് ഇല്ലേ? നമുക്കറിയാം ഇപ്പൊ സ്പോർട്സിൽ ട്രെയിൻ ആകുന്നവരുണ്ട്. അവർക്കാണെങ്കിൽ ഫുട്ബോളിന്റെ ട്രെയിനിങ് ആകുന്നവർക്ക് ഭയങ്കര ഈസിയാണ്. ഫുട്ബോളൊക്കെ കാണുമ്പം ക്രിക്കറ്റിൽ ട്രെയിൻ ഉള്ളവർക്ക് കൊച്ചുള്ള നമുക്കൊന്നും പോയി കഴിഞ്ഞാൽ അറിയാൻ ഏതിന് പോയാൽ എന്താ വെച്ചാൽ 3 കമ്പും ഒരു വടിയും കൂടി ഇരിക്കും. ഇതെല്ലാം കുറിച്ച് നമ്മൾ എന്തോടാ കളിക്കേണ്ടതെന്ന് തോന്നും. ട്രെയിൻ ആയവനെ സംബന്ധിച്ചാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? അവനത് പോയി കളിക്കാൻ പറ്റും. എന്നാൽ ഞാൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിലും അഭ്യസിക്കുമ്പോൾ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഗുണമുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു ഗുണമില്ല. അതുപോലെ നമ്മുടെ മാത്സ് പഠിക്കുന്ന പിള്ളേരുണ്ട്, നല്ലോണക്ക് ട്രെയിനിങ് കിട്ടുന്നവർ. അതുപോലെ മെമ്മറിയുള്ള നല്ലോണക്കും ഓർമ്മശക്തിയുള്ളവരുണ്ട്. ചില ആൾക്ക് ഭയങ്കര മെമ്മറിയാണ്. അവരത് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ അതിൽ ഇതാവും. ഇതുപോലെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഈ പക്വത വന്ന വ്യക്തിയുടെ വിഷയം, ഞാൻ ഈ പറഞ്ഞത് ഭൗമിക കാര്യത്തിലാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ഈ പറഞ്ഞത് ഒരു പ്രായമായ ഒരു വ്യക്തിയും പക്വത വന്നൊരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു ശിശുവായ വ്യക്തിയും തമ്മിലുള്ള ലോകത്തിലുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. അവൻ എന്ത് ചെയ്യും? നമ്മളോട് വായിക്കുന്നത് നന്മയും തിന്മയും. എന്താ വാക്യം എങ്ങനെ വായിക്കുന്നത്? 14-ാം വാക്യം, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റൂ. ഇവിടെ ഈ പ്രായം തികഞ്ഞവരെന്നുള്ളത് മലയാളത്തിൽ ബൈബിളുണ്ടെങ്കിലും അതിൻ്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷനിൽ പ്രായം തികഞ്ഞവരെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഫുൾ ഗ്രോൺ മേൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഫുൾ ഗ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്യൂരിറ്റിയെ പറ്റി കാണിക്കുന്നതാണ്. ഒറിജിനൽ ഭാഷയിലും പറയുന്നത് പ്രായം, ഇയേഴ്സിനല്ല അവിടെ കാര്യം. ഞാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക എന്നാൽ പിന്നെ സഭയിൽ 25 വർഷം ഇരുന്ന വ്യക്തിക്കാണ് ഈ മച്യൂരിറ്റി ഉള്ളത്. അങ്ങനെയല്ല. അത് നമ്മളത് ഭൗമികമായിട്ട് വരുമ്പോൾ ഇവിടെ പറഞ്ഞത് പ്രായം തികഞ്ഞവരെന്നുള്ളത് ഒറിജിനൽ മൂലഭാഷയിലില്ല. അവിടെ പറയുന്നത് പക്വത വന്നവർക്കേ ഉള്ളൂ. ഞാൻ അതിൻ്റെ വേറെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയ മലയാളം ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ് ആ വാക്യങ്ങൾ. അത് നിങ്ങൾ പോയി വായിച്ചു നോക്കിയാൽ മതി. അവിടെ വളരെ ഈ പ്രായമെന്നുള്ള വാക്കില്ല.
കാര്യം പക്വതയുള്ളവർക്കെന്ന അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഈ വാക്യത്തിൽ നന്മയെയും ഡിസേൺ ഗുഡ് ആൻഡ് ഈവിൾ, ഡിസേൺ ഗുഡ് ആൻഡ് ഈവിൾ, നന്മയും തിന്മയും തിരിച്ചറിയണമെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, പക്വതയുള്ള അല്ലെങ്കിൽ സെൻസസിനെ ട്രെയിൻ ചെയ്ത് അവന്, ഞാൻ പറയാം ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇപ്പോൾ ഒരെണ്ണം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രെയിൻ ആകത്തില്ല. ഒരു സൈക്കിൾ കയറ്റമൊക്കെ പഠിക്കുന്ന പോലെ നമ്മൾ പലപ്പോഴും കാണുമ്പോഴാണ് ഇത് തെറ്റാണെന്ന് നമുക്ക് യഥാർത്ഥമായി, നമ്മൾ വളർന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരേ തെറ്റി തന്നെ വീഴാറുണ്ട്. സൈക്കിൾ കയറ്റം പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും വീഴുന്നത് പോലെ വീഴാറുണ്ട്. എന്നാൽ നമ്മൾ മച്ചുറായ പക്വത വന്ന ഒരു വ്യക്തിക്ക് അറിയാം, ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അച്ഛാ ഇത് സംഗതി പ്രശ്നമാണ്. അല്ലാതുകൊണ്ട് എന്ത് പറ്റും, നോർമലി കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് അങ്ങ് വീണു പോകും. നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞിന്റെ കാര്യം പറയുന്നത് പോലെ നമ്മൾ ട്രെയിൻഡ്, ഞാൻ അതാ പറഞ്ഞത്, നന്മയും തിന്മയും തിരിച്ചറിയണമെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സെൻസസ് വേണം. എന്ന് വെച്ചാൽ അഭ്യസനം പ്രാപിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവന് മാത്രമേ യഥാർത്ഥത്തിൽ കട്ടിയായിട്ടുള്ള ആഹാരം പറ്റുള്ളൂ എന്നാണ് ലേഖനകർത്താവ് ഇവിടെ പറയുന്നത്. ഇനി ഞാൻ ആത്മീയ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് കാര്യം. ഇത് സ്പിരിച്വൽ മച്യൂരിറ്റി, ആത്മീയ പക്വതയും ആത്മീയ പക്വതയില്ലായ്മയും നമ്മൾ ഇതുപോലാണ് തിരിച്ചറിയുന്നത്. ഇവിടെ പൗലോസ് പറയാം എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്കറിയാം നമ്മുടെ ക്രിസ്തീയ കോളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോഴും നമ്മളും അതിനെ ശരിക്ക് പക്വത വന്ന ഒരു വ്യക്തിക്ക് അതിനെ അവലോകനം ചെയ്യാൻ പറ്റും. അവന്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവനത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു വെട്ടവും ഒരു ബഹളവും ഒക്കെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും, അറിയാതെ ചിലപ്പോൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പക്വത വന്നവനെ സംബന്ധിച്ച് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, ഈ തീ കാണുന്നതിന്റെ പുറകിൽ അത് തീ പിടിച്ചാൽ ഞാനോട് അടുത്തെന്ന് എന്നെയും കയറി തീ പിടിക്കുമല്ലോ എന്നുള്ള വിഷയം ബോധ്യമാകുന്ന പക്വത വന്നവർക്ക് മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഗുഡ് ആൻഡ് ഈവിൾ, നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഇത് തന്നെയാണ് ആത്മീയ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സ്പിരിച്വലി നമുക്ക് എന്ത് വേണം, പൗലോസ് പറഞ്ഞത് സ്പിരിച്വൽ ഡിസേൺമെന്റ് ഉള്ളവരായിരിക്കണം നമ്മൾ. ആത്മീകമായിട്ട് നന്മയും തിന്മയും തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള പക്വത പ്രാപിക്കുന്നവരായിട്ട് നമ്മൾ മാറണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വാക്കോ സമയം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ ആത്മീയ പക്വത എന്ന് പറയുന്നത് സോളിഡ് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയുന്ന പക്വതയുള്ള ഇന്ദ്രിയമുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവർക്ക് പാല് മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, സ്പിരിച്വൽ സെൻസസ്, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, എന്താ, ആത്മീക സെൻസസ് ട്രെയിൻഡ് ആയിരിക്കണം. ട്രെയിൻഡ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്തും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞതുപോലെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നമ്മളെന്താ പറ്റുന്നത്, നമ്മൾ തെറ്റി. പൗലോസ് ഇവരോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യും, ഈ വേദഭാഗത്ത് പറയുന്നത് നിങ്ങൾക്ക് ആത്മീയമായ മച്ചുരീതിയിലേക്ക് വരണം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കട്ടിയുള്ള ആഹാരം കഴിക്കണം. നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ഈ അടുത്ത വാക്യത്തിലും വരുമ്പോഴും 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. അവിടെ പറയുമ്പോഴും ഇതിന്റെ എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അടിസ്ഥാന ഉപദേശങ്ങൾ, നമ്മൾ ബേസിക് കാര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ജയാളികളായിട്ട് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇന്ന് രാത്രികാലവും കർത്താവിന്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. കർത്താവിന്റെ കാര്യങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകല്ല. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് വാണിംഗ് ആണ്. വാണിംഗ്. 25 വർഷം സഭയിൽ ഇരുന്നിട്ടും കാര്യമില്ല, എല്ലാ ഞായറാഴ്ചയും സഭയിൽ വന്നിട്ട് കാര്യമില്ല. നമ്മുടെ സ്പിരിച്വൽ സെൻസസ് ട്രെയിൻഡ് ആകണം. ഹല്ലേലൂയ. എന്താണ് നന്മയും തിന്മയും, അത് പഠിക്കുന്നത് എന്താണെന്നറിയാമോ, ആ എക്സ്പീരിയൻസ് കൊണ്ടേ പഠിക്കത്തുള്ളൂ. നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാം, ചിലപ്പം തെറ്റിപ്പോയേക്കാം, ചിലപ്പം തിരിച്ചറിഞ്ഞേക്കാം. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ട്രെയിൻഡ് ആയി കഴിയുമ്പോൾ നമുക്കറിയാം, ഇതിനെ ദൂരെ നിന്ന് കാണുമ്പോഴേ അറിയാം, ആ വഴിക്കോട്ടെ ഞാൻ ഇനിയും പോകത്തില്ല അച്ഛാ എന്ന് പറയുന്ന പോലെ നമ്മൾ ട്രെയിൻഡായി പക്വതയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രിക്കാലം ദൈവം നമ്മളെ അതിനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ ഇന്ന് രാത്രിക്കാലം സഹായിക്കട്ടെ.